ഭാഗത്തു നിന്നും അതോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു കാര്യക്ഷമമായ ഇടപെടൽ ഈ വിഷയത്തിൽ അനിവാര്യമാണ്. മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ വിപിൻ റോൾഡന്റ് സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നുണ്ട്. ഡോക്ടർ വിപിൻ റോൾഡന്റ്, ഇന്നലെ നമുക്കറിയാം ഈ വയനാട് പൂക്കോട് സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ്റെ ഓർമ്മകൾക്ക് ഒരു വർഷമായ ദിവസമായിരുന്നു ഇന്നലെ. സിദ്ധാർത്ഥൻ ക്യാമ്പസിൽ, പൂക്കോട് സർവകലാശാലയിലെ ക്യാമ്പസിൽ അനുഭവിച്ച ദുരിതം, റാഗിങ്ങിനെ കുറിച്ച് കേരളം നടുക്കത്തോടെ കേട്ടതാണ്. 100ഓളം വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നനാക്കി നിർത്തി പരസ്യ വിചാരണ നടത്തി. അതിൻ്റെ മനോവിഷമത്തിൽ ഈ സിദ്ധാർത്ഥൻ മരിച്ചു എന്നതാണ് പുറത്തു വന്ന കഥകൾ. പക്ഷെ അതിനപ്പുറം ഇപ്പോഴും കുടുംബം അതിന് പിന്നിൽ ഒരു കൊലപാതകമാണ്, ആ സംഭവം ഒരു സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണ് എന്ന ആരോപണം തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്നത്. അതിൽ പല രീതിയിലുള്ള ദുരൂഹതകളുമുണ്ട്. പക്ഷെ അതിനുശേഷം ഈ കഴിഞ്ഞ ഒരു വർഷം പരിശോധിച്ച് നോക്കിയാൽ നിരവധി റാഗിംഗ് ക്രൂരതകളുടെ കഥകൾ ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ആ ദൃശ്യങ്ങൾ നമ്മളൊക്കേറെ നടുക്കിയതാണ്. അതായത് കോട്ടയത്ത് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരതയ്ക്കിരയായ 6 വിദ്യാർത്ഥികളെ കുറിച്ചുള്ള വാർത്ത. തൊട്ടു പിന്നാലെ ഇന്നലെ തിരുവനന്തപുരം കാര്യവട്ടം കോളേജിലെ റാഗിംഗ് ക്രൂരത. ഇന്ന് കോഴിക്കോട് എരഞ്ഞിപ്പലം ഹോളി ക്രോസ് കോളേജിലെ റാഗിംഗ് കഥ. നമുക്കറിയാം ഈ ഒരു 25 വർഷം മുൻപാണ്, 25 വർഷമായിട്ട് ഒരു ആൻറ്റി റാഗിംഗ് ഒരു ബില്ല്, ഒരു നിയമം നിലവിലുള്ള ഒരു സംസ്ഥാനത്താണ് ഈ രീതിയിലുള്ള ക്രൂരതകൾ വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അരങ്ങേറുന്നത്. എന്തുകൊണ്ടാണ് ഈ ക്യാമ്പസുകൾ ഇങ്ങനെ ഒരു കലാപകലുഷിതമായി മാറുന്നത്? ഡോക്ടർ വിപിൻ റോളൻ. തീർച്ചയായിട്ടും വളരെയധികം ഞെട്ടിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങളും ന്യൂസുകളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയും തോറും ഇത് ചില സിനിമകൾ വേൾഡ് വൈഡ് റിലീസ് എന്ന് പറയുന്ന പോലെ, അല്ലെ പാൻ ഇന്ത്യ റിലീസ് എന്ന് പറയുന്ന പോലെ, പാൻ ഇന്ത്യ റാഗിങ് അല്ലെങ്കിൽ പാൻ കേരള റാഗിങ് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് നമ്മളുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഓരോ വാർത്തകൾ കാണുമ്പോഴേക്കും ഈ വാർത്തകൾക്ക് ശേഷം ഇനി ചെയ്യാതിരിക്കാനുള്ള പ്രവണതയാണോ വരുന്നത്? ഓക്കെ, അങ്ങനെ തിരുവനന്തപുരത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോട്ടയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് ആയിക്കൂടാ? തിരുവനന്തപുരത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കോഴിക്കോട് ആയിക്കൂടാ എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് ഈ ഒരു സിദ്ധാർത്ഥിന്റെ മരണത്തിന് ശേഷമുള്ള പലതരത്തിലുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളിൽ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും അവർ പഠിച്ചിരിക്കേണ്ട ദയയും നന്മയും അനുകമ്പയും സ്നേഹവും സഹാനുഭൂതിയും സാഹോദര്യവും ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ എന്തിനാണ് നമ്മൾ കലാലയങ്ങളിൽ വിദ്യാഭ്യാസം നടത്തുന്നത്? എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? എന്ത് മെസ്സേജാണ്, എന്ത് വാല്യൂസ് ആണ് കുട്ടികളിലേക്ക് എത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പലവട്ടം ചർച്ച ചെയ്ത് തൊണ്ട കളഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്ന ദയനീയമായ, ദുഃഖകരമായ ഒരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുക. സൊസൈറ്റിയിൽ ഈ മാറ്റം വരാനുള്ളതിൽ പ്രധാന കാരണം തീർച്ചയായിട്ടും പഴി പറയുമ്പോൾ ചില വിഭാഗക്കാർ പറയും, നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെയാണ് പഴി പറയുന്നത്. അപ്പോൾ പഴി പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്, മേ ബി നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോൾ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ, ക്രൂരതയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സൂപ്പർ താരങ്ങളുടെ സിനിമകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുമ്പോൾ നമ്മൾ നൃത്തമാടുന്ന വരികൾ, ഒരുപക്ഷെ ആവേശത്തിലെ വരികൾ ഏത് ക്യാമ്പസിലാണ്, ഏത് സ്കൂളിലാണ് നൃത്തത്തിന് വേണ്ടി DJ-ക്ക് വേണ്ടി ഉപയോഗിക്കാതെ ചോര കൊണ്ട് ജ്യൂസ് അടിച്ചു പോകുന്നതിനെ ഫണ്ടിന്റെ ലെവലിലാണ് ഒരുപക്ഷെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തെങ്കിലും ആവേശത്തിന്റെ തലത്തിൽ, വെറുതെ ഒരു ഓളത്തിന്റെ തലത്തിൽ മാത്രമല്ലേ എന്ന് ചില ആളുകൾ പറഞ്ഞു പോകുമെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ പ്രതിഭാസമുണ്ട്. ബോധപൂർവമല്ല നമ്മൾ സ്വീകരിക്കുന്ന പറയുമ്പോഴും നമ്മൾ അബോധപൂർവമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക്, രീതികളിലേക്ക്, സ്വപ്നങ്ങളിലേക്ക്, നമ്മുടെ സ്വഭാവത്തിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട് ഓരോ വരികളും ഓരോ കഥകളും. അതുകൊണ്ട് സിനിമയായിട്ട് കാണാമെന്ന് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ആനിമലും പിന്നീട് വന്ന കില്ലും ഈ അടുത്ത കാലത്ത് വന്ന മാർക്കോയും അടക്കമുള്ള, അല്ലെങ്കിൽ അഞ്ചാം പാതിരെ ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ ഈവൻ എന്തിന് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ, എനിക്ക് തോന്നുന്നു എന്താണ്, ബേസിലൊക്കെ അഭിനയിച്ച മറ്റൊരു സിനിമ ഉണ്ടായിരുന്നു, കഥാതന്തു. ഒരുപക്ഷെ സിനിമ ഇൻ ബിറ്റ്വീൻ രജനീകാന്തിന്റെ ഒരു മൂവി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മലയാളി വില്ലനായിട്ട് അഭിനയിച്ച ഒരു മൂവിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സിനിമകളുടെ പേരുകളൊന്നും വീണ്ടും പറയാനായിട്ടോ എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ സൂചിപ്പിക്കുന്നുണ്ടാവില്ല. ചില വ്യക്തികളെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. വ്യക്തികളെ ആരെയും നമ്മൾ കുറ്റപ്പെടുന്നില്ല, സിനിമാ പ്രവർത്തകരെ കുറ്റപ്പെടുന്നില്ല. അപ്പോൾ സിനിമയിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിന് വേണ്ടി റിവ്യൂ ചെയ്ത് മാർക്കറ്റ് ഇതിലാണെന്ന് പറഞ്ഞുകൊണ്ട് പടച്ചു വിടുന്നത് കുടുംബ സിനിമകളല്ല. കുടുംബ സിനിമകളുടെ പേരിൽ പോലും പടച്ചു വിടുന്നത് ക്രൈം സിനിമകളാണ്. എങ്ങനെ കൊല്ലാം, എങ്ങനെ ആസിഡ് ഉപയോഗിക്കാം, എങ്ങനെ ക്രൂരമായിട്ട് കൊല്ലാം എന്ന് പറയുമ്പോൾ സമൂഹ മനസ്സാക്ഷിയെ സൈക്കോപാത്തുകളാക്കി സമൂഹ മനസ്സാക്ഷിയെ മാറ്റുന്ന തരത്തിലേക്കുള്ള
കൃത്യമായ സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കി അതിനെ 50 കോടിയും 100 കോടിയും ആക്കി മാറ്റുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ സിനിമകൾ വലിയ രീതിയിൽ പുതിയ കുട്ടികളെയും കൗമാരക്കാരെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ടാകാം. പക്ഷെ സിനിമകൾ മാത്രമാണോ ഇവിടെ കുറ്റക്കാർ? അതിനപ്പുറം നമ്മുടെ സമൂഹവും കുടുംബവും കുടുംബത്തിലെ സാഹചര്യങ്ങളും ഒക്കെ ഈ കുട്ടികളെ ഈ ക്രിമിനൽ പ്രവർത്തനത്തിലേക്ക് വഴിമാറാൻ, അവരുടെ മനോഭാവം മാറാൻ കാരണമാകുന്നുണ്ടോ? ഞാൻ ഉദ്ദേശിച്ച വന്ന് പറഞ്ഞ പോയിന്റിന്റെ പ്രധാനപ്പെട്ട കാര്യം സിനിമക്കാരാണ് സമൂഹം കളഞ്ഞത് എന്ന അർത്ഥത്തിലല്ല. പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു സംഭവ കഥയെ അധീകരിച്ചിട്ടാണ് പലപ്പോഴും സിനിമ ഇടുന്നത്. അപ്പൊ സിനിമാ പ്രവർത്തകർ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർ പറയുന്നത് വെച്ചാൽ നല്ലൊരു തീം കിട്ടി, നമുക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്തൊരു ത്രെഡാണ്, ഡെഫിനറ്റ്ലി അവരുടെ ജീവിതോപാധിയാണ്, ഡെഫിനറ്റ്ലി മാസ് എന്റർടൈൻമെന്റ് ആണ്. അപ്പോൾ ഒരു സ്ഥലത്ത് കാണുന്ന ഒരു സംഭവത്തെ വർണ്ണിക്കുന്നതിലാണ് കാര്യം, എങ്ങനെ കൊല്ലാമെന്ന് പഠിപ്പിക്കുന്നതിലാണ് കാര്യം. ക്രൂരതയെ പലപ്പോഴും BGM ഉപയോഗിച്ചുകൊണ്ടോ മ്യൂസിക്കിന്റെ ബാക്കപ്പ് ഉപയോഗിച്ചുകൊണ്ടോ ചെയ്യുമ്പോഴേക്കും ക്രൂരത ആളുകൾ, ഇപ്പൊ നിങ്ങൾ കോട്ടയത്തെ ആ ഒരു റാഗിങ്ങിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പാട്ടൊക്കെ പാടിയിട്ട് മറ്റവൻ കിടന്ന് കരയുന്നു, അപ്പൊ കോമ്പസ് വെച്ച് വരയ്ക്കുന്നു പറയുമ്പോൾ ക്രൂരതയെ തമാശവൽക്കരിക്കുന്ന തരത്തിലേക്ക് മാസ് സൈക്കോളജിക്കൽ ഗെയിം ചെയ്യുന്നത് സിനിമയാണ്. അതിന് സിനിമക്കാർ അതിൽ നിന്നും ഞങ്ങളല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയുന്ന അല്ലെങ്കിലും ഒരു തിയേറ്ററിന്റെ അകത്തോ OTT പ്ലാറ്റ്ഫോമിലേക്കോ വ്യത്യസ്തമായ ബിഹേവിയറൽ മോഡലുകൾ സിനിമയിലൂടെ വരുന്നതുകൊണ്ടാണ് അറിഞ്ഞോ അറിയാതെയോ തങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് വെച്ചാൽ പോലും സിനിമാ പ്രവർത്തകർ പലപ്പോഴും സിനിമകൾ, ആ കഥകൾ നമ്മൾ പ്രതിക്കൂട്ടിലേക്ക് ആവുന്നതിൽ ഒരു കാര്യം അവർ തന്നെയല്ല. ചോദിച്ച പോയിന്റ് കറക്റ്റാണ്. നമ്മുടെ സാമൂഹിക പ്രതിഭാസങ്ങളിൽ സമൂഹത്തിൽ പല ട്രെൻഡുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രീഡം എന്നതിന്റെ പേരിലും സ്വാതന്ത്ര്യത്തിന്റെ തലങ്ങൾ എന്ന രീതിയിലും പുരുഷനും സ്ത്രീക്കും ഓഫ്കോഴ്സ് എന്ത് തന്നെ ആയിക്കോട്ടെ ഡെഫിനറ്റ്ലി നമുക്ക് വളരാനും വികസിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നമ്മൾ കാണിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയ വന്നതുകൂടി ലൈസൻസ് ഇല്ലാത്ത എന്തും പറയാൻ പറ്റുന്ന, അങ്ങനെ നമുക്ക് പലപ്പോഴും നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കുന്ന, ആന്റി റൂൾസ് അല്ലെ റൂൾസിനെതിരെ പ്രവർത്തിക്കുന്ന, ആളുകൾക്ക് കയ്യടി കിട്ടുന്ന ഒരു പ്രത്യേക തരത്തിലേക്കുള്ള ഒട്ടനവധി ആളുകൾ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള പേരിലേക്ക് വന്നു. എല്ലാ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള വാക്ക് തന്നെ വരുന്നതിന്റെ അർത്ഥം എന്താണ്? പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ നിങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കുന്നു. അപ്പോൾ നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്തിട്ട് നിയമത്തെ മറികടന്ന് ഏതോ ഒരാൾ ആഘോഷമൊക്കെ നടത്തി ജയിലിലേക്ക് പോയ വീഡിയോകൾ ഈ അടുത്ത കാലത്ത് വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് വരുമ്പോൾ ഇതിനൊന്നും ആരുടെ ലെവലിലും ഒരാളുടെ കയ്യിലും നമുക്ക് കൃത്യമായി ഇതിനെ കൺട്രോൾ ചെയ്യാൻ സംവിധാനങ്ങളില്ലാതെ വരുമ്പോൾ നമ്മൾ കാണുന്നതിനെ അനുകരിക്കുന്ന പുതിയ ട്രെൻഡിനെ തേടുന്ന യുവത്വം അത് സിഗരറ്റിലേക്കും ഡ്രഗ്സിലേക്കും MDMA പോലുള്ള പലതരത്തിലുള്ള മാരകമായി സ്വന്തം തലച്ചോറും സ്വന്തം വ്യക്തിത്വം കളയുന്ന ശൈലികൾ ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ മദ്യപിക്കുന്നതും പുകവലിക്കുന്നതും ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും ട്രെൻഡാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ സിനിമയും മറ്റ് സാമൂഹ്യ സംവിധാനങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ സമൂഹം രോഗാതുരമായി മാറിക്കൊണ്ടിരിക്കുന്നു, മാനസിക രോഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ സഹപാഠി എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരൻ, അവൻ്റെ കൂട്ടുകാരി എൻ്റെ കൂടെ പഠിക്കുന്ന ആളാണെന്നുള്ള ചിന്തകൾ നഷ്ടപ്പെടുമ്പോൾ, ക്രൂരതയുടെ പര്യായങ്ങൾ മോഡലുകളായിട്ട് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ടതുണ്ട്. കൗണ്ടർ കൾച്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ, സൊസൈറ്റിയെ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ലെങ്കിൽ, തീർച്ചയായും വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്. ഇത് ക്യാമ്പസുകളിലെ മാത്രം, കോളേജുകളിലെ മാത്രം അവസ്ഥയല്ല, സ്കൂളുകളിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കോട്ടയം പാലായിലെ ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയെ സഹപാഠിയെ നഗ്നനാക്കി ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി സഹപാഠികൾ തന്നെ, സുഹൃത്തുക്കൾ തന്നെ പ്രചരിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഇതുപോലെ തന്നെ കോഴിക്കോട് ഒരു വിദ്യാർത്ഥി, 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ സുഹൃത്തുക്കൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച ആ ദൃശ്യങ്ങൾ പകർത്തി അതും പ്രചരിപ്പിച്ച, അങ്ങനെ അതോടൊപ്പം അധ്യാപകർക്ക് നേരെ കൊലവിളി മുഴക്കുന്ന വിദ്യാർത്ഥികളുടെ വാർത്തകളൊക്കെ നമ്മൾ കേരളം ഓരോ ദിവസവും കേൾക്കുന്നത് ഞെട്ടലോടെയാണ്. ഈ ഒരു അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകേണ്ടതല്ലേ? ഒരുപക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോയ ഒരു സാഹചര്യമാണുള്ളത്. ഇനി തിരിച്ച് ഈ കുട്ടികളെ, പ്രത്യേകിച്ചും ഈ ഒരു തലമുറ, പ്രത്യേകിച്ചും പുതിയ ജനറേഷൻ അങ്ങനെ ഒരു യാതൊരു എത്തിക്സോ ഒരു മൊറാലിറ്റിയോ ഇല്ലാതെ ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് മാറുമ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്, നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കുണ്ട്. അതെങ്ങനെ സാധ്യമാകും ഡോക്ടർ ബിപിൻ റോൾട്ടൻ? ഓക്കെ, ഇത് വളരെ വളരെ റിലവന്റ് ആയ കാര്യമാണ്. നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ ഒട്ടനവധി ടീനേജേഴ്സിനെ മനസ്സിലേക്ക് വരുന്നു, ഒട്ടനവധി യൂത്തിനെ മനസ്സിലേക്ക് വരുന്നു, ഒട്ടനവധി സമൂഹത്തിന് സേവനങ്ങൾ നൽകുന്ന, നന്മയിലൂടെ കടന്നു പോകുന്ന, സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്ന, ജീവിതത്തിൽ പ്രതിബദ്ധതയോടെ പോരാടുന്ന ഒട്ടനവധി ടീനേജേഴ്സിനെയും യൂത്തിനെയും എല്ലാവരെയും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ പറയുമ്പോൾ
ഒരു വിഭാഗമോ അല്ലെങ്കിൽ എല്ലാ സമൂഹത്തിനുമുള്ള കൂടുതൽ വിഭാഗങ്ങളോ കൂടുതൽ കുട്ടികളോ ഒക്കെ ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രവണതയെ ട്രെൻഡ് എന്ന് തെറ്റിദ്ധരിച്ച് അനുകരിച്ച് അബദ്ധത്തിലൂടെ പോകുന്നു എന്ന ഒരവസ്ഥ വരുമ്പോൾ എങ്ങനെയാണ് ഒരു സിനിമ കാണേണ്ടതെന്ന് എന്നും എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ജീവിച്ചു പോകേണ്ടതെന്നും നാം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും അടക്കമുള്ള എല്ലാ സബ്ജക്ട്സും പഠിപ്പിക്കുകയും സിലബസുകൾ ക്ലിയർ ആയിട്ട് A1ഉം A+ വാങ്ങാനുള്ള തക്കവണ്ണമുള്ള കാര്യത്തിന് ഫോക്കസ് കൊടുക്കുകയും റിസൾട്ട് എന്ന് പറയുന്നതിൽ ഫോക്കസ് പോകുന്ന സമയത്ത് നമ്മൾക്ക് പലപ്പോഴും ക്യാരക്ടർ ഫോർമേഷൻ 3ാം തരമോ 4ാം തരമോ ആയിട്ട് മാറ്റപ്പെടുകയോ പേരിന് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന 45 മിനിറ്റിന് വേണ്ടി ഒരു വർഷത്തെ അധ്യയന കാലത്ത് പേരിനൊരു 45 മിനിറ്റിന്റെ എന്തോ ഒരു ക്ലാസ് ചടങ്ങ് തീർക്കുന്ന അതിന്റെ ഫോട്ടോ എടുത്ത് സ്കൂൾ മാഗസിനിലും കോളേജ് മാഗസിനിലും ഇടുന്നതിന് പകരം കൃത്യമായിട്ടുള്ള പേരന്റിങ് നടത്തുന്നതിന്റെ പഠിപ്പിക്കൽ പ്രക്രിയ മുതൽ കൃത്യമായ കുട്ടിയുടെ ഓരോ ക്ലാസ്സിനനുസരിച്ച് ആ കുട്ടിയിൽ കൃത്യമായി വരേണ്ട ലൈഫ് സ്കിൽസ്, ജീവിക്കേണ്ടത് എങ്ങനെയാണ്, പെരുമാറേണ്ടത് എങ്ങനെയാണ്, സിനിമയടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, സമൂഹത്തിൽ നിന്ന് വരുന്ന നെഗറ്റീവായിട്ടുള്ള വൈബുകളെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള രീതിയിലുള്ള പാഠ്യപദ്ധതികളും കൂട്ടായ്മകളും ചർച്ചകളും ഒരുപക്ഷെ ആർക്കൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ അവരെല്ലാം നന്മയും ദയയും സ്നേഹത്തെയും സാഹോദര്യത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും അത്തരം പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു കൗണ്ടർ കൾച്ചർ ഉടനെ ക്ലിയർ ആയില്ലെങ്കിൽ ഒരു 2ാം സ്വാതന്ത്ര്യ സമരം എന്തിൽ നിന്നാണ്? അടിമത്തത്തിൽ നിന്നും നെഗറ്റിവിറ്റിയിൽ നിന്നും ക്രൂരതയിൽ നിന്നുള്ള 2ാം സ്വാതന്ത്ര്യ സമരം നമ്മുടെ സമൂഹത്തിന് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള എത്രമാത്രം ജാഗ്രതയോടെയും കൂട്ടുത്തരവാദിത്തത്തോടെയും നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ അങ്ങനെ വന്നാൽ മാത്രമേ നമ്മുടെ ഭാവി ശോഭനമാവൂ. കാരണം എന്താണ്? ഈ കുട്ടികളാണ്, ഈ യുവാക്കളാണ് കേരളത്തിന്റെ ഭാവി, ഭാരതത്തിന്റെ ഭാവി. അപ്പോൾ നമ്മുടെ മദ്യത്തിലേക്ക് മയക്കുമരുന്നിലേക്ക് ഉൾപ്പെട്ട് ബോധം തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. അതോടൊപ്പം ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്കും സിനിമാ പ്രവർത്തകർക്കും ഒക്കെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. കാരണം ഈ കുട്ടികൾ ഈ രീതിയിൽ കൈവിട്ടു പോകുമ്പോൾ അവരെ തിരികെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം, പ്രത്യേകിച്ച് ഈ സമീപകാലത്ത് നമുക്കറിയാം ഏറെ വിവാദമായിട്ടുള്ളൊരു പ്രസ്താവന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് എൻഡോസൾഫാൻ പോലെ മാരകമാണ്, മലയാളം സീരിയലുകൾക്ക് സെൻസറിങ് വേണം എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വലിയ രീതിയിൽ ഒരു പരിധിവരെ സീരിയൽ പ്രവർത്തകർ വിമർശിച്ചുവെങ്കിൽ പോലും ഒരു പരിധിവരെ അത് വസ്തുതയായിരുന്നു. കാരണം പല കുടുംബങ്ങളിലുമൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സീരിയലുകളൊക്കെ കാരണമായി എന്ന പല വിലയിരുത്തലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഈ പ്രേംകുമാർ സീരിയലുകൾക്ക് മാറ്റം വേണമെന്ന്, സെൻസറിങ് വേണമെന്ന് പറയുന്ന പ്രേംകുമാർ എന്തുകൊണ്ടാണ് സിനിമാ മേഖലയിലും ഇതുപോലെ സെൻസറിങ് വേണമെന്ന് ഒരു നിലപാട് സ്വീകരിക്കാത്തത്? പലപ്പോഴും നമുക്ക് ചില ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. കാരണം പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് സിനിമകളിൽ ആ രംഗങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ എഴുതി കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ക്രൈം സീനുകളിൽ എന്തുകൊണ്ടാണ് അത് എഴുതി കാണിക്കാത്തതെന്ന ചോദ്യം ഉയരുന്നുണ്ടല്ലോ. ഇത് എവിടെയാണ് ഈ സിനിമാ മേഖലയിലടക്കം എങ്ങനെയാണ് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നത്? ഈ പുതിയ തലമുറയെ ഒരു നല്ല മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള താങ്കളുടെ ഒരു നിർദ്ദേശം എങ്ങനെയാണ്? പ്രത്യേകിച്ച് സിനിമയിലും സമൂഹത്തിലുമൊക്കെ എങ്ങനെ ഒരു മാറ്റം വേണമെന്നാണ് താങ്കൾ നിർദ്ദേശിക്കുന്നത്? എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ചർച്ചയിൽ തന്നെയാണെന്ന് തോന്നുന്നു ഈ മദ്യപാനത്തിന്റെ പുകവലിയുടെയും കാര്യത്തിന്റെ കൂടെ ഞാൻ തന്നെ മെൻഷൻ ചെയ്തു പോയൊരു ചിന്തയാണെന്ന് തോന്നുന്നു. ഈ ക്രൂരകൃത്യങ്ങൾ വരുമ്പോൾ ഇത് സിനിമയ്ക്ക് വേണ്ടി ചിത്രീകരിച്ച ആശയങ്ങളാണ് എന്ന് രേഖപ്പെടുത്തുകയും ഇതിനെ അനുകരിക്കരുതെന്നുള്ള ആശയങ്ങൾ കൊടുക്കണമെന്ന് സൂചിപ്പിച്ചത്. കാരണം ഞാൻ 4-5 ഇന്റർവ്യൂകളിൽ അത് മെൻഷൻ ചെയ്യുണ്ടായി. വീണ്ടും അത് ഓർത്തതിൽ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും ഈ നമ്മൾ ഹിപ്നോട്ടിക് ട്രാൻസിലൂടെയാണ് ഒരു തിയേറ്ററിനകത്തൂടെ വ്യക്തി കടന്നു പോവുക. സെയിം പോലെയാണ് മറ്റുള്ളവരെ അനുകരിക്കുകയും മറ്റുള്ളവരെ ഫോക്കസ് ചെയ്ത് പോകുന്ന പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇത് നിരന്തരമായി കേൾക്കുന്നത് നമ്മുടെ സ്വഭാവത്തെ മാറ്റും, ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് തന്നെ മാറ്റിക്കളയും. പ്രേംകുമാർജി പറഞ്ഞ ഒരു കാര്യം തീർച്ചയായിട്ടും സീരിയലുകളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞൊരു പരാമർശത്തിനകത്ത് സീരിയൽ താരങ്ങൾ വിമർശിക്കേണ്ട കാര്യമില്ല, കാരണം അത് അവരുടെ ചോറാണ്, അവർ വിമർശിക്കും. അദ്ദേഹം സിനിമയെക്കുറിച്ച് എന്ത് പറയുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അതിനുശേഷം തന്നെ വിമർശനങ്ങൾ വന്ന് അദ്ദേഹം സംസാരിക്കാതിരുന്നു പോയതാണോ എന്നുള്ളത് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഡെയിലി നമ്മുടെ കുടുംബത്തിൽ പരസ്പരം ക്രൂരതയും എങ്ങനെ അമ്മായിമയല്ല മരുമകളെ എങ്ങനെയാണ് വിഷം കൂടി, നിങ്ങൾ സീരിയലിന്റെ സ്ക്രിപ്റ്റ് തീർച്ചയായും സീരിയലിന്റെ സ്ക്രിപ്റ്റുകളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു കുടുംബ കഥകളാണ്, കുടുംബങ്ങളിൽ നടക്കുന്ന കഥകളാണെന്ന് പറയുമ്പോൾ ഏതോ കുടുംബത്തിൽ നടക്കുന്ന കഥകൾ ഒരു ഐഡിയ ഇല്ലാത്ത ആളുകളിലേക്ക് കൊടുക്കുകയാണ്. ഇതിന്റെ വേറൊരു വേർഷനായിരുന്നു ദൃശ്യം 1 and 2 ഒക്കെ വരിക. അപ്പോൾ നമുക്ക് പലപ്പോഴും ക്രൂക്കഡ്നെസ് പഠിപ്പിക്കുന്നതിന്റെ ഒരു തലങ്ങൾ നിരന്തരമായി ആവർത്തിക്കപ്പെടുകയും ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ കാണാൻ പറ്റുമെന്നുള്ളതാണ് സീരിയലുകളുടെ അപകടം. തീർച്ചയായിട്ടും സീരീസും സീരിയലുകളും നമ്മുടെ സമൂഹത്തിൽ ആവശ്യമുണ്ട്. പക്ഷെ സ്ക്രിപ്റ്റുകളൊന്നും മയപ്പെടുത്തിയാൽ നല്ലത് എന്നത് മാത്രമാണ് എനിക്കതിൽ പറയാനുള്ളത്.
അപ്പൊ സമൂഹത്തിലും സൊസൈറ്റിയിലും ഏറ്റവും അധികം പോകേണ്ടി വരുമ്പോൾ ചെറു കുടുംബം എന്ന നിലയിൽ ഓരോ സമൂഹത്തിന്റെ അടിസ്ഥാനയുക്തമായ കുടുംബം എന്ന നിലയിൽ പേരൻസ് ഉണരേണ്ടിയിരിക്കുന്നു. തങ്ങളുടെ മക്കൾ കാണുന്നത് എന്ത്, അവർ ഫോളോ ചെയ്യുന്ന എന്താണ്, അവരുടെ കൂട്ടുകാരൊക്കെയാണ്, അവർ ഏത് തരത്തിലുള്ള ആപ്പിലൂടെയാണ് കടന്നു പോകുന്നത്, ഇതൊക്കെ അറിയണമെങ്കിൽ പേരൻസും കുട്ടികളും തമ്മിൽ ഏറ്റവും ചെറിയ യൂണിറ്റിനെ മാറ്റം വരുത്തുക എന്നുള്ളത് നമുക്ക് സാധിക്കുകയുള്ളൂ. പേരൻസും കുട്ടികളും തമ്മിലുള്ള നല്ലൊരു ആശയവിനിമയം ഉണ്ടാവേണ്ടതുണ്ട്. അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഈ ചെറിയ യൂണിറ്റുകൾ ഭേദപ്പെട്ടാൽ, ചെറിയ യൂണിറ്റുകൾ സേഫ് ആയാൽ നമ്മുടെ സമൂഹം സേഫ് ആകുന്നതാണ് ഒരു തലം. രണ്ട്, കവികളായിക്കോട്ടെ, കഥാകാരന്മാരായിക്കോട്ടെ, ചിത്രകാരന്മാരായിക്കോട്ടെ, സിനിമക്കാരായിക്കോട്ടെ, നോവൽ എഴുതുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് ചെയ്യുന്ന വർക്കിന്റെ അകത്ത്, നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ അകത്ത് പ്രതിഫലം പറ്റുന്നു എന്നുള്ളത് അത് സെക്കൻഡറി ആയിട്ട് കണ്ടുകൊണ്ട് സൊസൈറ്റിയിൽ ഞാൻ ഉയർത്തിവിടുന്ന ഈ ചിന്തകൾ അത് സൊസൈറ്റിക്ക് എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു മനസ്സിലാക്കിക്കൊണ്ട് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇടത്തോട്ട് പോകേണ്ടതൊന്ന് വലത്തോട്ട് തിരിക്കുകയോ താഴോട്ട് പോകേണ്ടതൊന്ന് മേളിലോട്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ സൊസൈറ്റി വ്യത്യസ്തമായി ചിന്തിക്കുന്ന, ഇൻസ്പയർഡ് ആയിട്ടുള്ള, മോട്ടിവേറ്റഡ് ആയ സൊസൈറ്റി ആയിട്ട് മാറ്റാൻ പറ്റും. അത്തരം സിനിമകൾ കാണിച്ചോളൂ, അതിനും മാർക്കറ്റ് ഉണ്ട്. നല്ലത് കാണിച്ചാൽ കാണാൻ വരില്ല എന്ന് പറയുന്ന നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റിയിട്ട് കാണാൻ പറ്റുന്ന ഗ്ലോബൽ ആയിട്ടുള്ള എത്രയോ ഇൻസ്പയറിംഗ് മൂവീസ് ഉണ്ട്. അതെടുക്കാൻ പഠിക്കുക. അല്ലെങ്കിൽ ഓൾറെഡി പണി അറിയാവുന്ന ആളുകൾ എന്തിനാണ് ക്രൈം തന്നെ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ അവർ വിശ്വസിക്കുന്ന ചില പ്രത്യയ ശാസ്ത്രങ്ങൾ അതിനെ സത്യമാണെന്ന് പ്രൂവ് ചെയ്യിക്കുന്ന വരുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥയും വ്യക്തിത്വത്തിനകത്തും വൈകല്യം ഉണ്ടോ എന്ന് ഓരോ സിനിമാ പ്രവർത്തനം, കലാകാരനും കഥാകാരനും ഒക്കെ ചിന്തിക്കുന്ന ഒരു തലവും സൊസൈറ്റിയിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന ഓരോ വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് താങ്കൾ പങ്കുവച്ചത്. മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ബിപിൻ റോൾഡന്റ് ആണ് സ്പോട്ട് ലൈവിൽ തത്സമയം ചേർന്നത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ സിനിമാ മേഖലയിലടക്കം അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക പ്രവർത്തകരടക്കം ഈ വിഷയത്തിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ രംഗത്ത് വരേണ്ടതുണ്ട്. രാഷ്ട്രീയ കക്ഷികൾ ഈ വിഷയം ഏറ്റെടുക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ പുതിയ തലമുറ കൈവിട്ടു പോകാതിരിക്കാൻ കൃത്യമായ ഇടപെടൽ അനിവാര്യമാണ്. കാരണം ക്യാമ്പസുകളിലും സ്കൂളുകളിലുമൊക്കെ കുട്ടികൾ ഈ കുറ്റവാസനയിലേക്ക് മാറുന്നു. സഹപാഠികളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ റാഗിങ്ങിന് ഇരകളാക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കൃത്യമായ ഒരു ഇടപെടൽ നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുൾപ്പെടെ ഉണ്ടാകേണ്ടതാണ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്.